നിങ്ങൾ ഇട്ടിരിക്കുന്ന പാനിലെ സിബിൽ നോക്കിയാൽ YKK എന്ന് എഴുതി കാണാം. നിങ്ങൾക്ക് പരിചയം. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ഭീമമായിട്ടുള്ള തുക മാർക്കറ്റിംഗിൽ ചെലവഴിക്കാതെ തന്നെ നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും പറ്റും. അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിലും സർവീസിലും എത്രത്തോളം നിങ്ങൾ കൃത്യത പുലർത്തുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു പബ്ലിസിറ്റി മുന്നോട്ട് പോകുന്നത്. അത് മൗത്ത് മൗത്ത് ആയാലും വേറെ ഏതെങ്കിലും രീതിയിലായാലും നിങ്ങൾ ആക്റ്റീവായിട്ട് പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസിനും അതിനുള്ള കഴമ്പുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മാർക്കറ്റിങ്ങിന് ചെലവഴിക്കുന്ന കാശ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ചെലവഴിച്ചു കഴിഞ്ഞാൽ അത്രയും ഗുണം നിങ്ങളുടെ ബിസിനസ്സിന് അത് ചെയ്യും. അത്രയും ക്രെഡിബിലിറ്റി നിങ്ങളുടെ ബിസിനസ്സിന് ഉണ്ടാകും. അതാണ് ഒരു മാന്യമായിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞതാണ്. പിന്നെ മാർക്കറ്റിംഗ് കാലാകാലങ്ങൾ പുരോഗമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും സർവീസും കുറച്ചുകൊണ്ടിട്ട് ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റ് ചെയ്ത് വിറ്റഴിച്ച് പോവുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അവലംബിക്കുന്നവർ, അതൊരു കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതാണ് മാർക്കറ്റിംഗിന്റെ ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാരണം അത് കോമ്പറ്റീഷന്റെ ഭാഗമായി. അങ്ങനെ ഒരാളുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത് എപ്പോഴും. അത് ബിസിനസിന്റെ കാര്യത്തിലല്ല, എന്ത് കാര്യത്തിലായാലും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഇറക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടാനും അത് കണ്ടുവരാനും ഉള്ള ആൾക്കാർ നമുക്കുണ്ടാവും. അതാണ് നമ്മുടെ ക്ലയൻസ്. അവർക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസസും ക്വാളിറ്റിയും കൊടുക്കുക എന്നുള്ളതാണ് ബിസിനസിന്റെ അടിസ്ഥാനം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് നിങ്ങൾ പുലർത്തുന്ന ആത്മാർത്ഥത, നിങ്ങൾ പുലർത്തുന്ന ഒരു കൃത്യത, ആ പ്രൊഡക്റ്റിനെ നിങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ അറിയപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് വരുന്നത്. ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആൾക്കാർ ഏറ്റെടുക്കും, അതിൽ സംശയമില്ല. അതിന് എത്ര മാർക്കറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് മുന്നോട്ട് വരും. അതിന് കുറെ എക്സാമ്പിളും നിലവിലുണ്ട്. ഇപ്പോ ഒരു കമ്പനി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ള ഒരു ക്ലോത്തിങ് ലൈനിലാണ്, അത് സാറ എന്ന് പറയും. സാറ അതൊരു 80-90 രാജ്യങ്ങളിൽ ഒക്കെ ഉള്ള ഒരു ബ്രാൻഡാണ്. അതിന്റെ ഒരു സ്പാനിഷ് കമ്പനിയാണത്. അത് തുടങ്ങിയപ്പോൾ 1975 തുടങ്ങിയ ഒരു കമ്പനിയാണ്. ആ കമ്പനി തുടങ്ങിയപ്പോൾ അതിന് വലിയ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരുടെ ക്ലോത്തിങ് ലൈൻസ് പിന്നീട് പുരോഗമിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ടും അവരിപ്പോഴും ഉപയോഗിക്കുന്നത് അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കമ്പനിക്ക് ഇപ്പൊ 2000 ചില്ലാനം ബ്രാഞ്ചുകളുണ്ട്, 90-93 രാജ്യങ്ങളിലായിട്ട്. 2005-ലോ 2006-ലോ അവര് ലോകത്തിലെ ഒരു അറിയപ്പെടുന്ന 100 ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡായി മാറി അവര്. അത് എക്സ്ട്രാ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ 77ാമത്തെ റാങ്കിങ്ങിൽ എങ്ങാണ്ടായി ആ ക്ലോത്തിങ് ലൈൻസ്. അത് അവരുടെ ക്വാളിറ്റി ഉണ്ട്, അവർക്ക് വെറൈറ്റി ഉണ്ട്, അതിനകത്ത് അവർക്ക് ക്വാളിറ്റി ഉണ്ട്, അത് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റിംഗിൽ എക്സ്ട്രാ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആദ്യം ആ ബ്രാൻഡ് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ സ്പെയിനിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനത് ആദ്യമായിട്ട് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അവിടെയൊക്കെ ഫേമസ് ആണ് സംഭവങ്ങൾ, പക്ഷെ അതിന്റെ പരസ്യങ്ങളും ബിൽ ബോർഡ്സും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അവർക്ക് അത് അറിയാം. അത് ഞാൻ ഇറ്റലിയിൽ വന്നപ്പോൾ ഇറ്റലിയിലും അത് ഫേമസ് ആണ്. ഇറ്റലിയിലും പല ആൾക്കാരും കാഷ്വൽ വെയർസും ഫോർമൽ വെയർസും പോലും അവര് സാറ ക്ലോത്തിങ് ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് എക്സ്ട്രാ മാർക്കറ്റിംഗ് ഒന്നും ഇല്ല, എങ്കിൽ തന്നെ അവർക്ക് അവരുടെ ബ്രാൻഡ് അത്രയും ഫേമസ് ആയി. അതുപോലെ തന്നെ ഒരു ക്യാമറ ബ്രാൻഡ് ഗോപ്രോ എന്ന് പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ബ്രാൻഡാണ് ക്യാമറ ഗോപ്രോ ഇതുപോലെ തന്നെയാണ് ക്യാമറ. ഇപ്പൊ ഗോപ്രോ പിന്നെയും അഡ്വർടൈസിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോപ്രോ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല അഡ്വർടൈസ് ചെയ്ത് തുടങ്ങിയത്. ഗോപ്രോന്റെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഗോപ്രോന്റെ തന്നെ യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാമിലും മറ്റു പ്ലാറ്റ്ഫോമിലും ഇട്ട് അതിനകത്തുള്ള ഫോളോവേഴ്സ് ഉണ്ടായിട്ടാണ് ആ വീഡിയോ ക്വാളിറ്റീസും കണ്ടിട്ടാണ് ആൾക്കാർ ഗോപ്രോ ഫോളോ ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ പല യൂട്യൂബേഴ്സ് ആയാലും പല വ്ളോഗേഴ്സ് ഒക്കെ ആയാലും ഉപയോഗിക്കുന്ന ഗോപ്രോന്റെ ഡിഫറെന്റ് വേർഷൻസ് ആണ്. ഗോപ്രോന്റെ തന്നെ വാട്ടർ പ്രൂഫ് വേർഷൻസ്, പിന്നെ പല വ്ളോഗിങ് ചെയ്യാൻ പറ്റുന്ന ഗോപ്രോ ക്യാമറാസ് ഉണ്ട്, അത് ഇറക്കുന്നുണ്ട്. ഇവരൊക്കെ എല്ലാം അവരുടെ പ്രൊഡക്റ്റിന്റെ ഗുണം കൊണ്ടിട്ടാണ്, അവരുടെ പ്രൊഡക്റ്റാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്, അതിന്റെ ക്വാളിറ്റിയും അതിന്റെ സർവീസും. സ്പെഷ്യൽ സർവീസസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോ കത്തി നിൽക്കുന്ന ഈ ആപ്പിൾ പോലുള്ള കമ്പനികളൊക്കെ പറയുന്നത് അവർ സർവീസസിന്റെ ബലം കൊണ്ടിട്ടാണെന്നാണ് പറയുന്നത്. വേറെ കുറെ തർക്ക വിഷയങ്ങളുണ്ട്, പക്ഷെ എങ്കിലും അവർ സർവീസസ് അങ്ങനെയാണ് എന്ന് അവർക്കൊരു അവകാശവാദമുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ആണ് പിടിച്ചു നിൽക്കുന്നത്, ക്വാളിറ്റിയും സർവീസും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിംഗിൽ എക്സ്ട്രാ കാശ് ചെലവഴിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ഉയർത്തിയെടുക്കാൻ പറ്റും, നിങ്ങളുടെ പ്രൊഡക്റ്റിലും സർവീസിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ.